വോളണ്ടറിമാരുടെ ശ്രദ്ധയ്ക്ക് ആ പാർക്കിങ്ങിൻ്റെ ഭാഗത്ത് 2 ആളുകൾ പോവുക, ചില വാഹനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേന്ദ്ര ജമാഅത്തിൻ്റെ അധ്യക്ഷൻ TMK സാഹിബ് അടക്കമുള്ള ജമാഅത്ത് ഭാരവാഹികൾ, വുമൻസ് ചാരിറ്റി കോളേജിൻ്റെ ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾ, ഉസ്തുവാരി കമ്മിറ്റിയുടെ ചെയർമാൻ അടക്കമുള്ള ഭാരവാഹികൾ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു നേതാക്കന്മാർ, മുമ്പശത്തിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനിങ്ങൾ, പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വിദൂരത്തു നിന്നൊക്കെ ഇവിടെ എത്തിയ ആളുകൾ ക്ലാസ്സിന് വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ വാക്ക് ചുരുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദൈഗോളിലെ ബാലവ്യ ക്യാമ്പസിൽ മണവാട്ടി വുമൻസ് ചാരിറ്റി കോളേജ് ഒരുക്കിയ ഹജ്ജ് ക്ലാസിൻ്റെ സംരംഭത്തിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖും അനുഗ്രഹം ലഭിച്ച അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയേറെ സന്തോഷിക്കുന്നു, അഭിമാനം കൊള്ളുകയാണ്. അള്ളാഹുവിൻ്റെ അതിഥികളായ ആളുകൾ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളെ ഈ ദൈഗോളി മണ്ണൊന്നു അവരെ കൊണ്ട് ചവിട്ടിപ്പിച്ച് അവരെ കൊണ്ട് ദ്വാരിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ചും ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് വലിയ തൗഫീഖാണ് അള്ളാഹു നൽകിയത്. അപ്പോൾ പ്രത്യേകിച്ചും നോമ്പ്, നിസ്കാരം പോലെയല്ല ഹജ്ജിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ ചില കർമ്മങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് ഞാൻ പോയിരുന്നു. പല ആളുകളും ബാപ്പനെ മാത്രം ഒറ്റക്കയച്ചുകൊണ്ട് ബാപ്പൻ്റെ മരുന്നെന്ത് മറ്റുള്ളതെന്തൊന്നും അറിയാതെ രോഗിയായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ കിടന്നുറങ്ങിയ മലകളിലും അതുപോലെ തന്നെ വൈകോരകളിലും റൂമുകളിലും കിടന്നുറങ്ങി ഹജ്ജ് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, ഇവിടെ ഹജ്ജിന് പോകുന്ന ഹാജിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ സാങ്കേതികമായ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും ഇവിടെ മാസ്റ്റർ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഉപദേശം തരുന്നു. പ്രത്യേകിച്ചും നാം ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചു കൊണ്ട് പോകുന്ന ഹജ്ജ് കർമ്മങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെതായ കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ വർഷവും നഷ്ടപ്പെട്ട് പണവും നഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ ലളിതമായി ചെയ്യേണ്ടേ ഉള്ളൂ. അത് പ്രത്യേകമായി ഇവിടുത്തെ സാഫി സഖാഫി ഉസ്താദ് മുണ്ടാമരം വളരെ ലളിതമായി നിങ്ങളേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെ ഇവിടെ ഹജ്ജ് ക്ലാസ് നമ്മൾ നടത്തിയിരുന്നു. മാഷാ അല്ലാഹ്, അവരൊക്കെ വളരെയേറെ നമ്മുടെ നാട്ടിനും നമ്മുടെ സ്ഥാപനത്തിനൊക്കെ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കാണുന്ന ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ, അതിന് മുമ്പത്തെ വർഷങ്ങളൊക്കെ ധാരാളം ആളുകളുടെയൊക്കെ വന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ഒരുപാട് വലിയ സംഭാവനകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെ നമ്മളെ തന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തൊക്കെ കൈപിടിച്ച ഒരുപാട് ഹാജിമാർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഇവിടെയൊക്കെ പാവപ്പെട്ട ശരീഅത്തും അതുപോലെ തന്നെ +1 +2 കോമേഴ്സ് വിദ്യാഭ്യാസം നൽകുന്ന വലിയ സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഹാജിന് പോയ എല്ലാ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് പ്രത്യേകം ദുആ ചെയ്യുകയും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥന ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ സംരംഭത്തിന് ഇവിടെ എത്തിയ എല്ലാ ഹാജിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും നല്ല നിലക്ക് ചെയ്ത് നിർവഹിച്ച് വീണ്ടും കുടുംബത്തിൽ വരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഇവിടത്തേക്ക് നിങ്ങൾ ഹാജിമാർ ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ, യുവാക്കൾ വളരെയേറെ ആവേശത്തോട് ദിവസങ്ങളായി ഇവിടുത്തെ വൃത്തിയാക്കുകയും ഇതിനു വേണ്ടി എല്ലാ സഹകരണങ്ങളൊക്കെ തന്ന് വിജയിപ്പിച്ച ഞങ്ങളെ യുവാക്കളുണ്ട്. അതുപോലെ നാട്ടുകാരുണ്ട്, ജമാഅത്തുകാരുണ്ട്, ഉസ്തുവാരി കമ്മിറ്റിയുണ്ട്,
ശരീഅത്ത് കോളേജിൻ്റെ കമ്മിറ്റികളൊക്കെ വളരെയേറെ ഐക്യത്തോടുകൂടി ഇന്നത്തെ പരിപാടി വിജയത്തിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ നൽകുന്നത് നിങ്ങളോടൊപ്പം ഹജ്ജിന് വരുന്ന നമ്മുടെ ഹസൻവേൽ മുഹമ്മദ് ഹാജിയാണ്, നമ്മുടെയൊക്കെ ആത്മീയ സുഹൃത്താണ്. ഞങ്ങളെ പൊയ്യത്തുവേൽ ജമാഅത്തിൻ്റെ എല്ലാ വിഷയത്തിലും കൈകോർക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്, ഹാജിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പ്രാവശ്യം ഹജ്ജിന് വരുന്നുണ്ട്. ഇന്നത്തെ ഹാജിമാർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ ഭക്ഷണം അദ്ദേഹം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഭക്ഷണം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ക്ലാസ് കേട്ട് പോകണം. അതുപോലെ തന്നെ മുഹമ്മദ് ഹാജി അവർക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സ്റ്റേജും ഈ ബോക്സും ഈ പന്തലുമൊക്കെ തന്നത് എൻ്റെ ആത്മീയ സുഹൃത്തും നമ്മുടെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന നമ്മുടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ബൊമ്പായി അദ്വൈതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നു. അല്ലാഹു നല്ല നിലക്ക് ഹജ്ജും സിയാറത്ത് ചെയ്ത് വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ എല്ലാ നിലക്കും നമ്മെ സഹകരിച്ച ആളുകളുണ്ട്. ഞാൻ വാക്ക് ചുരുക്കിയാണ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഒരു 2 മിനിറ്റിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തി ഒരു 5-10 മിനിറ്റ് സാങ്കേതികമായ നിങ്ങളെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ മാസ്റ്റർ അവതരിപ്പിക്കും. അതുപോലെ തന്നെ സാഫി സഖാഫി ഉസ്താദിനെ അറിയാത്ത ആളുകളുള്ള നാം വർഷങ്ങളായി ഈ സ്ഥാപനത്തിലേക്ക് സാഫി സഖാഫി ഉസ്താദിൻ്റെ ഖുർആൻ ക്ലാസ്സിനെ ഇവിടെ കൊണ്ടുവരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ നമുക്ക് ആ സമയത്ത് കിട്ടിയില്ല. ഈ സമയത്ത് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഉസ്താദ് ഒരു ഡേറ്റ് നമുക്ക് തന്നു. അൽഹംദുലില്ലാ കൃത്യസമയത്ത് ഉസ്താദ് ഇവിടെ എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഫി സഖാഫി ഉസ്താദിന് വളരെയേറെ ആഫിയത്തും ദീർഘായുസ്സും തന്ന് ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിലായി നമുക്കൊക്കെ ഉപദേശം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇവിടെ എത്തിയവർക്കൊക്കെ സന്തോഷവും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിൻ്റെ വാക്യം കൊണ്ട് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദരവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.